മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ചില വ്യക്തികൾ ചിലപ്പോൾ ചില ചോദ്യങ്ങൾ വിളിച്ച് ചോദിക്കാറുണ്ട്. കയ്യിൽ ഫോൺ നമ്പർ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തി മുമ്പിലുണ്ട്, അയാൾ വെറുതെ നിൽക്കുകയാണ്, അതുകൊണ്ട് അയാളോട് ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിക്കാം. ഏതായാലും ചോദ്യം ചോദിക്കുന്നത് തെറ്റല്ല. പക്ഷേ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ലഭിച്ചാൽ എന്താണ് പ്രയോജനമുള്ളത്? ആ ചോദ്യം ചോദിക്കാനുണ്ടായ കാരണം എന്താണ്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയതിന് ശേഷം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ആ സംശയം ജീവിതത്തിൽ ഒരു പ്രശ്നമായിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ സംശയം ദൂരീകരിച്ചിട്ട് വേണം ചില കാര്യങ്ങൾ ചെയ്യാൻ? ഇങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ലക്ഷ്യമില്ലാതെ വെറുതെ ഒരു ചോദ്യം ചോദിക്കുക. ശരിക്ക് ആചാരങ്ങളെക്കുറിച്ചും ചടങ്ങുകളെക്കുറിച്ചും ഗ്രന്ഥങ്ങളെക്കുറിച്ചും ചില വീക്ഷണത്തെക്കുറിച്ചും കഥകളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചുമെല്ലാം ഒരു സംശയം ഒരാളോട് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചോദ്യം ഒരാളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോഴോ അതിനൊരു ലക്ഷ്യം ഉണ്ടാവണം. വെറുതെ ഒരു ചോദ്യം ചോദിക്കുന്നു എന്നാണ് 99% ആൾക്കാരും പറയുക. ഒരു സ്ഥലത്ത് ഒരു ക്ലാസ് എടുത്തപ്പോഴത്തേക്കും ഒരു കോളേജ് സ്റ്റുഡന്റ് അയാൾ കുറേ നേരം എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. സാർ എന്തായാലും വെറുതെ നിൽക്കല്ലേ, അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ തൊഴാൻ പോകുമ്പോഴത്തേക്കും ചിലർ എന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നു. ഞാൻ എന്താ മറുപടി കൊടുക്കേണ്ടത്? ഞാൻ അയാളോട് പറഞ്ഞു, തന്നെത്താനെ ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാനാവുന്നത് വരെ പരിശ്രമിക്കുക. വഴിയെ കൂടെ പോകുന്ന ഓരോരുത്തരോടും ഓരോ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാലുള്ള പ്രശ്നം, അടുത്തൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ വേറൊരാളെ ഉത്തരം തരാനായിട്ട് കാത്തിരിക്കേണ്ടി വരും. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കണ്ടെത്തുക. ഇനി അഥവാ ഉത്തരം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ജീവൻ മരണ പോരാട്ടത്തിനുമായിട്ടുള്ള ഒരു ചോദ്യവും ഒരാളും ചോദിച്ചതായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ധാരാളം വ്യക്തികൾ ചോദിക്കാറുണ്ട്, എൻ്റെ മകൾക്ക് +2 റിസൾട്ട് വന്നു, ഇനി എന്താ ചെയ്യേണ്ടത്? വേറൊരാൾ ചോദിച്ചു, ഞാൻ സാറിൻ്റെ ഫാനാണ്, എൻ്റെ മകൾക്ക് നല്ല മാർക്കുണ്ട്, ഇനി എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു സംശയം. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ സാറിനെ ഒന്ന് വിളിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അയാൾ മറുപടി പറഞ്ഞു, ഇങ്ങനെയുള്ള ഓരോരുത്തർ വെറുതെ ഇങ്ങനെ വിളിക്കുന്നത് കൊണ്ടാണ് ഇവിടെ വരുന്ന ഫോണൊന്നും ഞാൻ എടുക്കാത്തത്. അപ്പോൾ വെറുതെ ഒരു ചോദ്യം ചോദിക്കാം. മാത്രമല്ല, +2 റിസൾട്ട് വന്ന ആ കുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് വർക്കലയിൽ നിന്ന് 10-40 കിലോമീറ്റർ ദൂരെ താമസിക്കുന്ന ഗോപാലകൃഷ്ണനാണ് ഉത്തരം പറയേണ്ടത്. ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതിന് താല്പര്യം എന്താണ്, അതിനോടുള്ള അഭിരുചി എന്താണ്, സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, സാമ്പത്തികമായിട്ട് എന്തൊക്കെയുണ്ട്, ഇങ്ങനെയുള്ള 100 കൂട്ടം കാര്യങ്ങൾ തീരുമാനിച്ച് ചിന്തിച്ച് വിലയിരുത്തി ആ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ആ കുട്ടിക്ക് താല്പര്യമുള്ളതും മാതാപിതാക്കൾക്ക് താല്പര്യമുള്ളതും പറഞ്ഞു കൊടുക്കുന്നതിന് പകരം വെറുതെ ഒരു ഫോൺ നമ്പർ കയ്യിലുണ്ട്, അതുകൊണ്ട് ചോദിക്കുക, അല്ലെങ്കിൽ ആള് മുമ്പിലുണ്ട് അപ്പോൾ ചോദിക്കാം. മിക്കവാറും 90% ചോദ്യങ്ങൾക്കും നമ്മൾ മറുപടി പറയാൻ താല്പര്യം കാണിക്കാറില്ല. ഇന്നലെ നമ്മുടെ വെഞ്ഞാറമൂട് എന്ന പേരോടുകൂടിയ സിനിമാ നടൻ ഈ TV-യിൽ ഒരു പ്രത്യേക ഉത്തരം വിൽക്കാനുണ്ടോ എന്നൊരു ചോദ്യത്തിൽ അദ്ദേഹം വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം പറയുകയുണ്ടായി. നമ്മുടെ സിനിമാ നടൻ മമ്മൂട്ടി പ്രഗത്ഭനാണ്, അത്ര ശ്രേഷ്ഠനാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ അഭിനയിക്കാൻ വരുന്ന ഏത് വ്യക്തിയോടും, അത്
പുതുമുഖമാണെങ്കിലും 1-2 പ്രാവശ്യം അഭിനയിച്ച ആളാണെങ്കിലും അയാളുടെ അടുത്ത് വന്ന് പറയും അത്രേ, പേടിക്കാനൊന്നുമില്ല, ബാക്കിയുള്ളതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം, ശരിക്കങ്ങോട്ട് പറയാനുള്ളത് പറഞ്ഞ് അങ്ങ് അഭിനയിച്ചാൽ മതി, ഞാൻ കൂടെയുണ്ട്, എന്ത് തെറ്റ് വന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അത് കേൾക്കുമ്പോൾ പുതുമുഖത്തിനോ അല്ലെങ്കിൽ 1-2 പ്രാവശ്യം മാത്രം അഭിനയിച്ച വ്യക്തിക്കോ ആ മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തോട് അല്ലെങ്കിൽ അഭിനേതാവിനോട് തോന്നുന്ന ആദരവ്, അത് ഇന്നലെ വൈകുന്നേരം കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അതായത് തൻ്റെ കൂട്ടത്തിലുള്ളവരെ 2, 3, 4, 5 വരികൾ കൊണ്ട് പ്രോത്സാഹിപ്പിച്ച് തൻ്റെ ഒപ്പമാക്കുക. അപ്പൊ എനിക്കൊരു കുറ്റബോധവും തോന്നി. ഇങ്ങനെ ധാരാളം ചോദ്യം ചോദിച്ചു വരുന്നവർക്ക് പലപ്പോഴും ഞാൻ ഉത്തരം കൊടുക്കാറില്ലല്ലോ എന്നൊരു കുറ്റബോധം. ആ കുറ്റബോധം തോന്നിയത് കൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചെറിയ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചത്. ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുന്നു. ഒരാളൊരു ചോദ്യം ചോദിച്ചത്, അയാൾ കുറേ ദിവസങ്ങളായി വേദം പഠിക്കുന്നു, ഞാൻ പഠിപ്പിക്കുന്നത് കൊണ്ട് പഠിക്കുന്നു. ഞാനൊരു സ്ഥലത്ത് തീർത്ഥവാദ മണ്ഡപത്തിൽ തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ വേദത്തിൻ്റെ ക്ലാസ് കഴിഞ്ഞ് അയാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ആരൊക്കെയോ പറയുന്നു എന്നെ പോലെയുള്ളവർ വേദം പഠിക്കരുതെന്ന്. സാരെന്ത് പറയുന്നു? ഞാൻ പറഞ്ഞു, നിങ്ങളെ പോലെയുള്ളവർ വേദം പഠിക്കരുത്, അത് തന്നെ. അപ്പം ഞാൻ ഇത്ര ദിവസം പഠിച്ചതോ? എനിക്കറിഞ്ഞൂടാ. അപ്പം ഇത്ര ദിവസം പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാവുന്ന ലെവലിൽ എത്തിയതിന് ശേഷം അയാളുടെ സംശയമാണ്, ആരൊക്കെയോ പറയുന്നു ഞാൻ വേദം പഠിക്കരുതെന്ന്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു സംശയത്തിന് വേണ്ടി വെറുതെ സംശയം ചോദിക്കാം. ധാരാളം വ്യക്തികൾ, എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികൾക്ക് വലിയ സംശയമൊന്നുമില്ല, മുസ്ലിങ്ങൾക്ക് ഒട്ടും സംശയമില്ല. അതിന് കാരണം അവർ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാൻ അച്ഛന്മാർ പറഞ്ഞു കൊടുത്തതുകൊണ്ടായിരിക്കാം. ഒരു ചോദ്യം അത് ചോദിക്കില്ല. ഇവിടെ നമ്മൾ പലപ്പോഴും എല്ലാ പോയിന്റുകൾക്കും ധാരാളം ഉത്തരം കൊടുത്തിട്ടുള്ള ധാരാളം യൂട്യൂബ് സ്പീച്ചസ് ഉണ്ട്. അതൊന്ന് കീവേഡ് കൊടുത്ത് അന്വേഷിച്ചു കഴിഞ്ഞാൽ എല്ലാം കിട്ടും. അത് ഇന്നലെ പറഞ്ഞിരിക്കുന്ന യൂട്യൂബ് സ്പീച്ചിൽ നിന്ന് പോലും ഇന്ന് ചോദ്യം ചോദിക്കാം, ഇന്നലത്തേത് കേൾക്കാതെ. ശരിക്ക് നമ്മൾ ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം കൊടുത്താലുള്ള വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ന്യൂട്രീഷൻ മാത്രമുള്ള വൈറ്റമിൻ A+B+C+D എല്ലാം കൂടി ചേർത്ത് കൃത്യം അളവിൽ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും മാത്രം കൊടുത്ത് ഒരു കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ട് വായിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ കുട്ടിയുടെ ശരീരം ഈ സാധാരണ ഭക്ഷണത്തിൽ നിന്ന് പോഷകാംശങ്ങൾ വലിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാവും. കാരണം കൃത്യമായിട്ടുള്ള അളവിൽ പോഷകാംശങ്ങൾ മാത്രം കൊടുത്ത് ശരീരത്തെ ശീലിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ സാധാരണ കഴിക്കുന്ന ചോറ്, ചപ്പാത്തി, പൂരി, അതിൽ നിന്ന് അവർ പോഷകാംശം ശരീരം എടുക്കില്ല. എന്നാൽ ശരീരത്തെ ശീലിപ്പിച്ചത് അങ്ങനെയാണ്. അതേപോലെയാണ് 95% ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ അത് നിങ്ങൾ തന്നെത്താനെ കണ്ടെത്തൂ, നിങ്ങൾ ഉത്തരം കൊടുക്കണം. അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം അയാൾ ഉപയോഗിക്കുകയില്ല, വെറുതെ കണ്ടു, മുമ്പിൽ പരിചയപ്പെട്ടു എന്നുള്ളതിന് ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം അഥവാ കിട്ടിയെന്ന് വിചാരിക്കാം, അടുത്ത ഇതേപോലെ ഒരു ചോദ്യം ആരെങ്കിലും അയാളോട് ചോദിക്കുകയോ ഏതെങ്കിലും പുസ്തകത്തിൽ ഒരു കമന്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും വിമർശിക്കുകയോ ചെയ്താൽ അവിടെ വെച്ച് അയാൾ വീണ്ടും ബ്ലോക്ക് ആവും. പിന്നെ ആരെങ്കിലും ഉത്തരം പറഞ്ഞു കൊടുക്കേണ്ടി വരും. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളും ആയിരക്കണക്കിന് വീക്ഷണങ്ങളുമുള്ള ഹിന്ദുധർമ്മത്തില് ആയിരക്കണക്കിന് പോയിന്റുകളെ കുറിച്ചുള്ള സംശയങ്ങൾ ആര് വേണമെങ്കിലും ചോദിക്കാം. ആ ചോദ്യങ്ങൾക്ക് സ്വയം ഉത്തരം കണ്ടെത്തണം എന്ന് ഞാൻ പല പ്രാവശ്യവും യൂട്യൂബിലൂടെയും അല്ലാത്ത പ്രഭാഷണങ്ങളിലൂടെയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്വയം ഉത്തരം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ഇസ് ആസ് ഗുഡ് ആസ് ഇനി വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റില്ല. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാത്ത ആൾക്ക് അതിന് ഞാൻ ഉത്തരം പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ ഒരാൾ ഉത്തരം കൊടുത്താൽ ഇനി വരുന്ന ചോദ്യങ്ങൾക്കും ഇതുപോലെ ആരെങ്കിലും ഉത്തരം കൊടുക്കേണ്ടി വരും. എന്നാലേ ഇയാൾക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. അതിനു പകരം ലോജിക്കലായിട്ട് സ്വയം ചിന്തിച്ച് ഉത്തരം കണ്ടെത്തിയിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അറിഞ്ഞുകൂടാത്തത് വ്യക്തമായിട്ട് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാന്ന്. അറിഞ്ഞുകൂടാ എന്ന് പറയാനും പഠിക്കണമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മഹാസാഗരം മാതിരി ഗ്രന്ഥങ്ങളും
അതിനകത്തുള്ള വിഷയങ്ങളും ഉള്ളപ്പോൾ ഇതെല്ലാം ഒരു വ്യക്തി അറിഞ്ഞിരിക്കുമെന്ന് ഉറപ്പുണ്ടോ? അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അതൊന്നും നിർബന്ധമൊന്നുമില്ല. ഒന്നും പഠിക്കാത്തവനും ഹിന്ദു ആവാനുള്ള അവകാശമുണ്ട്. ഒന്നും പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ അർത്ഥം പഠിക്കരുതെന്നല്ല. ഇതൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ മക്കൾക്കും അവനവനും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ധന്യമായ രീതിയിൽ ചോദ്യങ്ങൾക്ക് സ്വയം ഉത്തരം കണ്ടെത്തി ആവശ്യമില്ലാതെ സയൻസ് ചേർത്ത് വികലമാക്കാതെ, പിന്നെ വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ ഉത്തരം പറയാൻ ശ്രമിക്കാതെ, അറിയാമെങ്കിൽ കാഷ്വലി ഉത്തരം പറയുക, അല്ലെങ്കിൽ ഇതാണ് ഉത്തരം എന്ന് തോന്നുന്നു എന്ന് പറയുക, അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറയുക. അങ്ങനെയും കൂടി നമുക്ക് സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടതിനും വേണ്ടാത്തതിനും ചോദ്യം ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. ഓരോ വ്യക്തിയും ഓരോന്നും ചെയ്യുന്നത് അയാളുടെ മനോധർമ്മം ഉപയോഗിച്ചിട്ടായിരിക്കും. അയാളുടെ മനോധർമ്മം ഉപയോഗിച്ച് അയാൾ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് തിരുവനന്തപുരത്തേക്ക് എന്നെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തുത്തരാ പറയുക? അത് അയാളോട് തന്നെ ചോദിക്കണം, അല്ലെങ്കിൽ അടുത്തുള്ളവരോട് ചോദിക്കണം. എന്നോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ചോദിച്ചാൽ അയാൾക്ക് ഉത്തരം പറയാൻ പറ്റണമെന്നില്ല. അങ്ങനെ ചോദിച്ചു എന്ന കാരണത്താൽ ചിലപ്പോൾ ഉത്തരം പറയുന്നത് അയാൾക്ക് തോന്നിയതായിരിക്കും. അത് ശരി എന്ന് വിചാരിച്ച് നിങ്ങളതെടുക്കും. അതല്ല, അയാൾ പറഞ്ഞതും ഞാൻ പറഞ്ഞതിനോടും തൃപ്തി വന്നില്ല എങ്കിൽ ഇനി മൂന്നാമത്തെ ഒരാളോട് ചോദിക്കും. അങ്ങനെ ചോദ്യങ്ങൾ അന്വേഷിച്ച് പോകുന്നവരോട് പറയാനുള്ളത്, ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് സംശയാത്മാ വിനശ്യതി. സംശയം തീരുന്നില്ല എല്ലാത്തിനെയും കുറിച്ച്. അയാള് സ്വയം നശിക്കുകയേ ഉള്ളൂ. സംശയം ചോദിക്കുന്നത് തെറ്റാണെന്നല്ല, എല്ലാത്തിനെയും സംശയം, എല്ലാത്തിനോടും സംശയം, എല്ലാം സംശയമാവുന്ന വ്യക്തിക്ക് സ്വസ്ഥത എന്നുള്ളത് ഉണ്ടാവില്ല എന്ന അർത്ഥത്തിലാണ് കൃഷ്ണൻ അത് പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.